ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാനാവണ്ണിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ കുറേ ആയാലും ഇപ്പോൾ വീഡിയോ ഇടാത്ത കുറേ ദിവസമായി ഫുള്ള് ഇങ്ങനെ ട്രിപ്പെല്ലാം ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയ വ്ളോഗാണ് ഇതിൽ ഷെയർ ആക്കുന്നുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ എൻ്റെ കസിൻ്റെ അവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിനെ. ഓറാടുന്ന് അരുത്ത് ഞങ്ങൾ പോകുന്നിടത്ത് മൈസൂർക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുന്ന് അരുത്ത് ഓറാടുന്ന് ഞങ്ങളവിടെ നിന്ന് ദൂരമാണ്. അപ്പോൾ ഓറാടക്ക് ഞങ്ങൾ രാത്രി വന്നിട്ടുണ്ടായി നിൽക്കാൻ. എൻ്റെ കാലത്ത് ഞങ്ങൾ ഒരു 6:30 ആകുമ്പോൾ കീനി എൻ്റെ ഡിക്കിയിൽ ഡ്രസ്സും അതെല്ലാം വെക്കുന്നുണ്ടായി. ഞങ്ങളെ കാറിലിരുന്നിന് 6 മണിക്കെല്ലാം കീഴണം നിരിച്ചില്ലാനേ. എൻ്റെ എന്ത് കഴിഞ്ഞിട്ടാ എൻ്റെ ഞങ്ങൾ പൊരുന്ന് ചായയും വെറും ചായയും ബാക്ക് അങ്ങനത്തെ എല്ലാം തിന്നിട്ടുണ്ടായിനെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിച്ചിട്ടാ 6 മണി ആയത്രല്ലേ. അതിൽ പോകുന്ന ബൈക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിർത്തിയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചേ. എൻ്റെ പോകുന്ന ബൈക്ക് ഫുള്ള് പച്ചപ്പുള്ളത്, ഫുള്ള് മഞ്ഞും നല്ല പാണ്ടായി പോകുമ്പോൾ. ഫസ്റ്റ് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായി. വയ പിടിഞ്ഞ് നമുക്ക് അങ്ങനെയല്ല. ഫസ്റ്റ് പോകുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. വയമ്മ ഫുള്ള് പിടിഞ്ഞിട്ടുണ്ടാവും. അതാ നല്ല മല പോയിട്ടെല്ലാം നല്ല പാണ്ടായിനെ പോവാൻ. നമ്മളിപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ കണ്ടെങ്കിൽ അറിയുന്നില്ല, നല്ല ചൂടല്ലേ. ഇപ്പോൾ കാലത്തായതുകൊണ്ടും പിന്നെ അങ്ങോട്ട് മൈസൂർ അങ്ങോട്ടായതുകൊണ്ടും അങ്ങ് മെഡിക്കേറ്റ് വഴി പോകുന്നത്. അതിനോട് കാലത്തായതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിനെ. വെയിലുണ്ടെങ്കിൽ വെയിൽ വന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിനെ. ഫുള്ള് മഞ്ഞായിട്ട് നല്ല തണുപ്പുണ്ടായിനെ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ദൂരയാത്രയെല്ലാം പോകുമ്പോൾ പിന്നെ കാറിലെല്ലാം ബസ്സിലെല്ലാം പോകുമ്പോൾ ഞങ്ങൾക്ക് കാറാൻ പിടിക്കലുണ്ട്. ഞാൻ കുളിയെല്ലാം കുടിച്ചിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് എന്താ അറിയില്ല അങ്ങനെ ആകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആരും ഉണ്ടാകുന്നില്ല കമൻറ്റാക്ക്. അല്ല ഞാൻ എപ്പോഴേ കാറിയിട്ടാന്ന് കുറച്ച് കഴിയുമ്പോൾ കാറിൽ ഇരുന്നിട്ട് കുളിയെ കുടിച്ചോണ്ട് എന്താ അറിഞ്ഞിട്ടാ നല്ല പാങ്ങല പോയിനെ. അല്ലാങ്ങ് തലനൊമ്പലെല്ലാം എന്നാനേ. കുറേ ആൾക്ക് അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. നമുക്കങ്ങനെ ഞാനിത് 2ാമത്തെ പ്രാവശ്യം വരുന്നത് മൈസൂർക്ക്. ചെറുപ്പത്തിലേക്ക് വന്നിനെ 4-3 വയസ്സുണ്ടാകുമ്പോൾ. നിങ്ങൾ എടുക്ക് ടൂറ് പോയെന്നുള്ള കമൻറ്റാക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് എൻ്റെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിർത്താലിട്ട് എവിടെയെങ്കിലും അരുത്ത് കിട്ടിയെങ്കിൽ ടൗണിൻ്റെ അടുക്കത്തെങ്കിൽ ഒരു ഹോട്ടലിൽ നിർത്താലിട്ട് ഇങ്ങനെ പോകുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇതാ ഈ ഒരു ഹോട്ടലിലേക്ക് കയറി. ഇത് കഞ്ഞെടുത്ത് ലൈറ്റിലതാ. നമുക്ക് ബൈക്കാരെന്താ അറിയാലോ, ബൈക്കാരൻ അറിയുന്നവർ ബൈക്ക്. പിന്നെ അപ്പുറത്ത് ഇതെല്ലാം ഉണ്ടായിനെ, എന്ത് സ്പൈസസ് എല്ലാം വിൽക്കുന്ന ഒരു പീടെല്ലാം ഉണ്ടായിനെ. അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടാകുമ്പോഴാ ഫുള്ള് തിരക്ക്. നമുക്ക് പിന്നെ അതാകെ ബൈദിന് പൊരുന്ന് കീയുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബയ്യോട്ട് വന്ന് എൻ്റെ ജാതിയിലെ വേറെ എടുക്കങ്ങ് പോകാലിട്ട് അവിടെ നിൽക്കുന്നതിനാട്ടി വേറെ ഇടങ്ങ് പോകുന്നല്ലോ നല്ലത്. അല്ല നല്ലോണം ബയ്യോ. എൻ്റെ അങ്ങനെ പോകുന്നുണ്ടായി. എൻ്റെ ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് എത്തി. അവിടെ നല്ല സീറ്റെല്ലാം ഉണ്ടായിനെ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എന്തെല്ലാം ഓർഡറാക്കി. ഒരാൾ മസാല ദോശ, ഞാനും എൻ്റെ ഉമ്മ ഓർഡറാക്കിയത് പൂരിയും ബാജിയും ഓർഡറാക്കിയത്. പിന്നെ ബാപ്പാവും ഓരെല്ലാം നെയ്പ്പത്തലും അങ്ങനത്തെ കറിയും അതെല്ലാം ഓർഡറാക്കി. എന്താ മസാല ദോശയും നെയ്പ്പത്തലും അതെല്ലാം വന്ന് ഞങ്ങളത് വന്നേയില്ലാനി. ഓർതെല്ലാം വന്ന പിന്നെ വന്നത് ഓരെല്ലാം തുഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചെല്ലി മസാല ദോശ എല്ലാം. എന്നിട്ട് നമ്മളെ പൂരിയും ബാജിയും എത്തി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഞാൻ ഈ അടുത്ത് ഇങ്ങനത്തെ ഒരു പൂരിയും ബാജി തുണിത്തേ ഉണ്ടാവില്ല, അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. 3 പൂരിയും അതിൻ്റെയൊക്കെ ബാജിയും ചട്നിയും കിട്ടുന്നത് നല്ല ക്രിസ്പി ആയിട്ട്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിനെ. നമുക്കും ഇഷ്ടപ്പെട്ടിനെ, ഉമ്മാക്കും ഇഷ്ടപ്പെട്ടിനെ. ചട്നി ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്കെല്ലാം ചട്നി അത്ര ഇഷ്ടമില്ല. ബാജിയും പൂരിയും നല്ല ഉണ്ടായിനെ. എല്ലാവരും ഒരു ചായവും മേങ്ങിനെ. ചായ ഇല്ലാതെ എന്തല്ലേ തിന്ന, ചായവും മേങ്ങിനെ. ഞങ്ങളൊക്കെ വന്ന 2 എന്താ കസിൻസ് എന്തൊക്കെ തിന്നാ ഒരു ചായ മാത്രം മേങ്ങിയിട്ട് കുടിച്ചത്. എൻ്റെ ചായ എത്തി. എന്നിട്ട് എല്ലാം തിന്നത്തെല്ലാമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിനെ അവിടുത്തെ ഫുഡല്ലോ. പൂരിയും ബാജിയും നല്ല ഉണ്ടായിനെ. അതിൻ്റെ പേര് എനിക്ക് മറന്നു ഹോട്ടലിൻ്റെ എന്തെന്ന്. അല്ല ഞാൻ എന്തായാലും ചൊല്ലട്ടെനി. ഇങ്ങനെ മൈസൂർ പോയി പോകുന്നെങ്കിൽ ഏത് നല്ല ഹോട്ടലെന്ന് അറിയാലോ എല്ലാവർക്കും. ഞങ്ങൾക്ക് മറന്നു ആ ഹോട്ടലിൻ്റെ പേര്. അല്ല ഞാൻ ചൊല്ലട്ടെനി അത്. എൻ്റെ അവിടെ കുറേ എന്തെല്ലാം ലേസും ബിങ്കോ എല്ലാം ഉണ്ടായിനെ. ഞാൻ എന്താ അവിടെ നിന്ന് 50 ഉറുപ്പ്യൻ്റെ ബിങ്കോ മേങ്ങി എല്ലാവരും ഷെയറാക്കി തിന്നാലിട്ട്. പിന്നെ എന്തോ ഒരു കേക്ക് പോലത്തെ മേങ്ങിനേന്, അതും എല്ലാവരും ഷെയറാക്കി തിന്ന്. എൻ്റെ ഇതങ്ങനെ പോയിക്കൊണ്ടത് JRS ഫാൻറ്റസി പാർക്കൊക്കെ. അവിടെ ID കാർഡ് കൊണ്ടുപോയിക്കോ എല്ലാവരും. അതൊരു വാട്ടർ പാർക്ക്.
അപ്പോൾ അവിടെ ഐ ഡി കാർഡ് സ്കൂൾ ഐ ഡി കാർഡ് കൊണ്ടുപോയെങ്കിലേ അവിടെ ഇത് ഫ്രീ കിട്ടുന്നത്, ഫ്രീ അല്ല, ഒരു കുറച്ച് പൈസ കുറവ് കിട്ടുന്നത്, ഒരു 140 അങ്ങനെ എന്തോ കിട്ടുന്നത് ഒരാൾക്ക്. അപ്പോൾ കുറേ ആൾ പോകുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ, കിടാക്കളതല്ലോ. അപ്പം എൻ്റെത് ഫോട്ടോ ഉണ്ടായിന്, മറ്റേ 2 കസിൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിനെ, ഞാൻ കൊണ്ടുവന്നാന് ഫോട്ടോ ഒരു ക്ലാരിറ്റീൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ മതി. എൻ്റെ ക്ലാരിറ്റീൻ്റെ ഫോട്ടോ ഉണ്ടായിനെ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഓഫറിൽ കിട്ടി. എൻ്റെ തങ്ങ ഒരു റൈഡിൽ ഇരിക്കാൻ പോയി. പിന്നെ വാട്ടർ റൈഡിലെന്ത് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാ, അവിടുന്ന് വീഡിയോ എടുക്കാനേ കഴിഞ്ഞിട്ടതാ ഞാനും എൻ്റെ ഒരു കസിനും വരുന്നുള്ളത് ഈ സ്ലൈഡിൽ. ഞങ്ങൾ എൻ്റെ പയ്യ മുങ്ങിയിട്ടേനെ പോയിനേതാ, ഞാനും എൻ്റെ കസിനും വരുന്നല്ല. ഇനി ഞങ്ങൾ ഫുള്ള് മുങ്ങീനാനി. എൻ്റെ ഞങ്ങൾ ഒരു റൈഡിലിരിക്കാൻ വേണ്ടി കാക്കുന്നുള്ളത്. എൻ്റെ ഞങ്ങൾ സ്നോ പാർക്കൊക്കെ പോയി, അവിടുന്ന് കുറച്ച് വീഡിയോ എല്ലാം എടുത്തിന്. പിന്നെ വെള്ളത്തിൻ്റെ അവിടുന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാ. ഇതാണ് സ്നോ പാർക്ക്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ ഇങ്ങനെയാണുള്ളത്, കുറേ ഫോട്ടോ എടുക്കാനുള്ളതെല്ലാം ഉണ്ട് അവിടെ. ഞാൻ കുറേ ഫോട്ടോ എല്ലാം എടുത്തിനാനി. അപ്പോൾ അതിങ്ങനെ ഫുള്ള് നല്ല പാണ്ടായി. അതിന് പോകുമ്പോൾ ഷോക്സ് നമ്മൾ മേങ്ങണോ, ഞങ്ങൾ ഷോക്സ് കൊണ്ടുതന്നെ. അതിനോണ്ട് അവിടെ നിന്നൊരു പീടിയിൽ മേങ്ങി ഞങ്ങൾ ഷോക്സ്. ഇനി നമുക്ക് തന്നെ അത് ഷോക്സ് എല്ലോ. പിന്നെ അതിന് തരാനുള്ള ജാക്കറ്റ്, പോകുമ്പോൾ ഇടാനുള്ള പിന്നെ ഗ്ലൗസ് അതെല്ലാം ഒരു തരൂ. പക്ഷെ അത് ബയോട്ട് കൊടുക്കണോ. ഇതാ ഫുള്ള് തണുപ്പുണ്ടായിന് അതിൻ്റെ ഉള്ളിൽ. ഒരു ഹിമാലയത്ത് പോയ പോലെ തന്നെ, കാശ്മീർ പോയ പോലെ തന്നെ ഉണ്ട്. അവിടെ 1 മണിക്കൂർ സമയമോ അങ്ങനെ നിൽക്കാനൊന്നും കഴിയുന്നില്ല, അവിടെ അത്ര തണുപ്പുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇതിലെല്ലാം ഇരുന്നിനാനി, എൻ്റെ കസിനും ഞാനും എല്ലാവരും ഇരുന്നിനാനി ഈ ഒരു തൊട്ടിലാട്ടത്തിൽ. അവിടെ പിന്നെ സ്ലൈഡ് ഉണ്ട്, അങ്ങനത്തെ കുറച്ചെല്ലാം ഉണ്ട്. പിന്നെ കുറേ ഫോട്ടോ എടുക്കാനുള്ളതെല്ലാം ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിനാനി, വീഡിയോ എടുത്തിനെ. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഉമ്മാവും എല്ലാവരും ഇതിൽ ഇരുന്നിട്ടുണ്ടായിന്. അപ്പോൾ വീഡിയോ എടുക്കുന്നില്ല, ഞാൻ എക്സ്റ്റത്തിൽ ഇരുന്നത്. അപ്പോൾ ഇതാ ഇത് ഫുള്ള് നല്ല ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിന്. പിന്നെ ഞാനതിൽ പാട്ട് ആഡ് ആക്കുന്നില്ല, കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട്. അവിടെ കുറേ സ്ലൈഡ് ഉണ്ട്, റിങ് പോലത്തെ അങ്ങനെ ഫുള്ള് റൗണ്ട് ആയിട്ടുള്ള സ്ലൈഡ് ഉണ്ട്, അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. പിന്നെ ടയറിൽ ഇങ്ങനെ മുകളിലേക്ക് കയറുന്ന, വള്ളിയിൽ മുകളിൽ കയറുന്ന അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആ പിങ്ക് കളറിൽ ഞാൻ ഇരുന്നിട്ടുള്ളത്, ഞാനും എൻ്റെ ഒരു കസിനും അതിൽ ഇരുന്നിട്ടുള്ളത്. ഇത് 5 മണിക്ക് സ്റ്റാർട്ട് ആകുന്നത് ഈ സ്നോ പാർക്ക്. ഇനി ബാറിൻ്റെ പൈസ എടുക്കണോ, ഞങ്ങൾ 4 ആളായിട്ട് എത്ര 1000 എത്ര അതിന്. എൻ്റെ ഞാൻ കുറച്ച് വീഡിയോ ഫോട്ടോ എല്ലാം എടുത്ത് 1 മണിക്കൂർ അവിടെ നിൽക്കാനുള്ളത്. ഞങ്ങൾ 1.5 മണിക്കൂർ ആയിട്ട് അമ്മ എന്നെ വന്നിനെ. രണ്ട് ഉമ്മാക്കെല്ലാം ചളുക്കി നിന്നിട്ട് എൻ്റെ അവിടെ ഫുള്ള് ജാക്കറ്റും അതെല്ലാം ഊരിച്ച് വെച്ച്, ഗ്ലൗസും അതെല്ലാം. ഷോക്സ് പിന്നെ നമുക്ക് തന്നെ ഇട്ട് നമ്മൾ അത് എടുത്തുകൊണ്ട് വന്ന് മേങ്ങിയതല്ലത്. അപ്പോൾ അത് നമുക്ക് ഷൂവും അതെല്ലാം നമ്മൾ ഊരിച്ച് കൊടുത്ത്. ഞങ്ങളുടെ എല്ലാം ടിക്കറ്റ് എല്ലാം എടുത്ത്. പിന്നെ അവിടെ ജോക്കറിൻ്റെ ഡാൻസ് എല്ലാം ഉണ്ടായിന്, അതെല്ലാം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടാ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടായല്ലേ, അല്ലാതെ ഞങ്ങൾ അവിടെ നോക്കട്ടെ ഇനി. എന്നിട്ട് അവിടെ ക്യാമറയിൽ എടുത്ത ഫോട്ടോ എല്ലാം ഇതിൽ നമുക്ക് പ്രിൻ്റ് ആക്കിയിട്ട് എടുത്തിട്ടായിരുന്നു പൈസ കൊടുത്തെങ്കിൽ. പിന്നെ ഞങ്ങൾ ഇതെന്ത് കൊണ്ടുവന്നാനി ബാഗ് എന്തോ, അപ്പോൾ പൈസ എന്തോ ഇല്ലല്ലേ. എന്നിട്ട് ഞങ്ങൾ മേങ്ങിട്ടാ എൻ്റെ കസിൻ്റെ ഫോട്ടോ ക്യാമറയിൽ എടുത്തിനാനി. ഇനി റൂമിൻ്റെ വീഡിയോ എല്ലാം അടുത്ത വീഡിയോയിൽ ഷെയർ ആക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.